വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഫിസിക്കൽ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് ആധാരമായിട്ടുള്ള ഫോഴ്സ് എന്താണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് ആൻസറായിട്ട് വെഗ്നർ പറഞ്ഞ ഒപ്പീനിയൻ ആയിരുന്നു. നമ്മളതിൽ ഡിസ്കസ് ചെയ്തത് വെഗ്നർ പോൾ ഫ്ലേയിങ് ഫോഴ്സും അതുപോലെ ടൈഡൽ ഫോഴ്സുമാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് ആധാരമായിട്ടുള്ള ഫോഴ്സസ് ആയിട്ട് സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഭൂരിഭാഗം സ്കോളേഴ്സും ഇതല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രിഫ്റ്റിന് കാരണമായിട്ടുള്ള ഫോഴ്സ് എന്ന കൺസെൻസസിലാണ് എത്തുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഒരു പാർട്ട് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ് ഡ്രിഫ്റ്റ് സ്റ്റഡീസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം പോസ്റ്റ് ഡ്രിഫ്റ്റ് സ്റ്റഡീസ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവാർ പീരീഡിലും അതുപോലെ തന്നെ പോസ്റ്റ് വേൾഡ് വാർ പീരീഡിലും ഉണ്ടായിട്ടുള്ള കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ്സുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഡ്രിഫ്റ്റ് സ്റ്റഡീസിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓഷൻ ഫ്ലോറിനെ കുറിച്ചുള്ള മാപ്പിംഗ് ആണ്. അപ്പോൾ ഓഷൻ ഫ്ലോറിനെ കുറിച്ചുള്ള മാപ്പിങ്ങിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഓഷൻസിൻ്റെയും കോണ്ടിനെൻസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് സാധിക്കുന്നത് അതിലൂടെയാണ്. നമ്മൾ ഓഷൻ ഫ്ലോറിൻ്റെ മാപ്പിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഓഷൻ ഫ്ലോറിൻ്റെ മാപ്പിംഗ് നടത്തിയപ്പോഴേക്കും നമുക്ക് എന്ത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസും അതുപോലെ തന്നെ കോണ്ടിനെൻസിനെയും കുറിച്ചുള്ള കൂടുതൽ ഡയമെൻഷൻസിലുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് നമ്മളെ അത് സഹായിച്ചു. നമുക്കിനി പ്രധാനമായിട്ട് കവർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ് എന്താണ് കൺവെൻഷണൽ കറണ്ട് തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ കൺവെൻഷണൽ കറണ്ട് തിയറി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആർതർ ഹോംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇത് 1930 ആർതർ ഹോംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏത് കോൺസെപ്റ്റ്? ഈ കൺവെൻഷണൽ കറണ്ട് തിയറി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആർതർ ഹോംസ് ഡെവലപ്പ് ചെയ്യുന്നത് 1930s. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്ന ഒരുതരം കറണ്ട് എവിടെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്? മാൻഡിൽ പോർഷനിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് പോർഷനിലാണ് കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യുന്നത്? മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്ന ഒരുതരം കറണ്ട് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് ഫോം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ വർക്കിംഗ് മൂലമാണ്. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ വർക്കിംഗ് മൂലം മാൻഡിലിൽ എന്ത് ഫോം ചെയ്യപ്പെടുന്നു? കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? തെർമൽ ഡിഫറൻസസ് ഉണ്ടാകുന്നു. എവിടെയാണ് തെർമൽ ഡിഫറൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? മാൻഡിൽ ഭാഗത്ത് തെർമൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. അപ്പോൾ കൺവെൻഷണൽ കറണ്ട് തിയറി എന്ന് പറയുന്നതിൽ ആർതർ ഹോംസ് എന്താണ് പറഞ്ഞത്? 1930s ആർതർ ഹോംസ് ഏത് തിയറി കൊണ്ടുവരുന്നത്? കൺവെൻഷണൽ കറണ്ട് തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ വർക്കിംഗ് മൂലം മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ മാൻഡിൽ പോർഷനിൽ തെർമൽ ഡിഫറൻസിന് എന്ത് കാരണമായി തീരുന്നുണ്ട്? ഈ കൺവെൻഷണൽ കറണ്ട്സ് കാരണമായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഹോംസ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഓഫ് കൺവെൻഷണൽ കറണ്ട് മാൻഡിൽ പോർഷനിൽ ഫോം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ഒരു ഫോഴ്സ് ആയിട്ട് കണക്കാക്കാം. ഈ ഒരു ഫോഴ്സ് ഡ്രിഫ്റ്റിന് കാരണമാകുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? ആർതർ ഹോംസ് പറയുന്നത്. അപ്പോൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് ആധാരമായിട്ടുള്ള ഒരു ഫോഴ്സ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ എന്ന വണ്ണമാണ് ആര് കൺവെൻഷണൽ കറണ്ടിനെ പരിചയപ്പെടുത്തുന്നത്? ആർതർ ഹോംസ് കൺവെൻഷണൽ കറണ്ടിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 1930 കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആര് കൊണ്ടുവരുന്നത്? ആർതർ ഹോംസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഏത് ഭാഗത്താണ് കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുന്നത്? മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യുന്നു. അതിന് കാരണമായിട്ടുള്ളത് എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ വർക്കിംഗ് മൂലമാണ് മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് ഫോം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ മാൻഡിൽ പോർഷനിൽ എന്തുണ്ടാകുന്നുണ്ട്? തെർമൽ ഡിഫറൻസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഓഫ് കൺവെൻഷണൽ കറണ്ട് മാൻഡിൽ ഫോമിൽ എൻ്റയർ മാൻഡിൽ പോർഷനിൽ ഫോം ചെയ്യപ്പെടുമ്പോൾ ഇത് നമുക്ക് എന്തിനുള്ള ഒരു കാരണമായിട്ട് പറയാനായിട്ട് സാധിക്കും? ഡ്രിഫ്റ്റിനുള്ള ഒരു റീസണായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഓഷൻ ഫ്ലോറിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഓഷൻ ഫ്ലോറിൻ്റെ മാപ്പിംഗ് നമ്മൾ നടത്തുന്നതോടുകൂടി നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഓഷൻ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് പ്ലെയിൻ മാത്രമല്ല. അതൊരു പ്ലെയിൻ ഉണ്ട്, അതിൽ പ്ലെയിൻസും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഓഷൻ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് പ്ലെയിൻ അല്ല. അത് കൂടാതെ അതിൽ എന്തുകൊണ്ട്? ഫുൾ ഓഫ് റിലീഫ്സ് ആണ് അതിൽ എന്തുള്ളത്? ഈ ഓഷൻ ഫ്ലോറിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ മാപ്പിംഗ് ഓഫ് ഓഷൻ ഫ്ലോറിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ
ഓഷ്യൻ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് പ്ലെയിൻ മാത്രമല്ല, അത് ഫുൾ ഓഫ് റിലീഫ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെഡിഷൻസ് നമ്മൾ ഓഷ്യൻ ഫ്ലോറിനെ പറ്റി നടത്തിയത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കൂടുതൽ എക്സ്പെഡിഷൻസ് നമ്മൾ ഈ ഓഷ്യൻ ഫ്ലോറിനെ പറ്റി നടത്തിയപ്പോഴാണ് നമ്മൾ അതിലുള്ള കൂടുതൽ ഓഷ്യാനിക് റിലീഫ്സിനെ പറ്റിയിട്ട് ഉള്ള ഐഡിയ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അതിൽ ഉള്ള സബ്മേർജ്ഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസിൻ്റെയും ഡീപ്പ് ട്രെഞ്ചസിൻ്റെയും അതുപോലെ മോസ്റ്റ്ലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ മാർജിൻസുമായിട്ട് മോസ്റ്റ് ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഡീപ്പ് ട്രെഞ്ചസും അതുപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസിനെ പറ്റിയിട്ടും സബ്മേർജ്ഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസും അതുപോലെ തന്നെ ഡീപ്പ് ട്രെഞ്ചസിനെ പറ്റിയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പീരീഡിലാണ്. ഇപ്പോൾ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോറിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോർ നമ്മൾ നടത്തിയപ്പോഴാണ് ഓഷ്യൻ ഫ്ലോർ ഒരു വാസ്റ്റ് പ്ലെയിൻ മാത്രമല്ല ഫുൾ ഓഫ് റിലീഫ് ആണ് അതിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് നമ്മൾ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോറിൽ കൂടുതലായിട്ട് ഓഷ്യൻ ഫ്ലോറിനെ കുറിച്ചുള്ള എക്സ്പെഡിഷൻസ് നടത്തിയത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും കൂടുതലായിട്ട് മനസ്സിലാക്കിയെന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയുണ്ട്, സബ്മേർജ്ഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസും ഡീപ്പ് ട്രെഞ്ചസും ഒക്കെ അവിടെയുണ്ട്. അത് എന്തിന് ക്ലോസർ ആയിട്ടുള്ളതാണ്, അത് കോണ്ടിനെൻ്റൽ മാർജിൻസിന് വളരെ ക്ലോസർ ആയിട്ടുള്ള ഡീപ്പ് ട്രെഞ്ചസും അതുപോലെ തന്നെ സബ്മേർജ്ഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസും ഈ ഓഷ്യൻ ഫ്ലോറിൽ കാണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തിയ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന പോർഷനിൽ കൂടുതൽ വോൾക്കാനിക് ഇറപ്ഷനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷന് കൂടുതൽ ചാൻസ് ഉള്ള ഓഷ്യൻ ഫ്ലോറിൻ്റെ ആ ഒരു പോർഷൻ ഏതാണ്, അതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്, MOR. അപ്പോൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് കൂടുതലായിട്ട് എന്തിന് പ്രോൺ ചെയ്തിരിക്കുന്നു, അത് വോൾക്കാനിക് ഇറപ്ഷൻസ് സംഭവിക്കുന്നതിന് വളരെയധികം പോസിബിൾ ആയിട്ടുള്ള ഓഷ്യൻ ഫ്ലോറിലെ ഒരു പോർഷനാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിലുള്ള റോക്സിൻ്റെ ഡേറ്റിംഗ് നടത്തിയപ്പോഴത്തേക്കും അത് ആ ഒരു ഓഷ്യാനിക് ക്രസ്റ്റിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള റോക്സിൻ്റെ ആ ഒരു ഡേറ്റിങ്ങിലൂടെ നമ്മൾ ആ ഒരു കാലപ്പഴക്കം നിർണ്ണയിച്ചപ്പോഴേക്കും നമുക്കതിൽ മനസ്സിലാക്കിയെന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ഏരിയയിലുള്ളതിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ളതാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള റോക്സ് എന്നുള്ളതാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ ഏരിയയിലുള്ളതിനേക്കാൾ യങ് ആയിട്ടുള്ള റോക്സ് ആണ് എവിടെയുള്ളത്, ഈ ഓഷ്യാനിക് ക്രസ്റ്റിൽ കാണപ്പെടുന്ന ഇത്തരം റോക്സ്. അപ്പോൾ ഈ ഒരു ഓഷ്യാനിക് റിഡ്ജസിൽ നിന്നും നമുക്ക് ഇക്യു ഡിസ്റ്റൻറ്റിലുള്ള ക്രസ്റ്റിൽ നിന്നും ഇക്യു ഡിസ്റ്റൻറ്റിലുള്ള ഏരിയയുമായിട്ട് ഉള്ള റോക്സുമായിട്ടൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോണ്ടിനെൻ്റൽ ഏരിയയിൽ കാണുന്ന റോക്സിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ള റോക്സാണ് ഏത് സൈഡിൽ നമ്മൾ കണ്ടെത്തിയത്, ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ അല്ലെങ്കിൽ ഈ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടെത്തിയ റോക്സ് എന്ന് പറയുന്നത് ഏതിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ളതാണ്, കോണ്ടിനെൻ്റൽ ഏരിയയിലുള്ള റോക്സിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ള റോക്സാണ് നമുക്ക് എവിടെ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്, ഈ ഒരു ഓഷ്യാനിക് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് ഡേറ്റിങ്ങിലൂടെ കണ്ടെത്തുവാനായിട്ടുള്ള റോക്സിൻ്റെ ഏജ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓഷ്യാനിക് റിഡ്ജിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻറ്റിൽ ഉള്ള ഏരിയയുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റിമാർക്കബിൾ സിമിലാരിറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ റോക്സിൻ്റെ കേസിൽ ഈക്വൽ ഡിസ്റ്റൻറ്റിൽ ഉള്ള റോക്സിൻ്റെ ആ ഒരു ഏജും അതുപോലെ തന്നെ അതിൽ ഉണ്ടായിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസും, അതായത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു ഘടകങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഏജും വെച്ച് അതിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ആ റോക്സിലുള്ളതെന്ന് പറയുന്നത് സെയിം സിമിലാരിറ്റി തന്നെയാണ്. അതായത് അത് പഴക്കം കൊണ്ടും അതോടൊപ്പം തന്നെ അതിനുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് അതിലുള്ള ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ അഥവാ മൂലകങ്ങളുടെ ആ ഒരു എമൗണ്ട് വെച്ചിട്ടും സിമിലർ ആയിട്ടുള്ള റോക്സ് തന്നെയാണ് നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിച്ചത്, ഈ ഒരു ഈക്വൽ ഡിസ്റ്റൻറ്റിൽ ഓഷ്യാനിക് റിഡ്ജസിലുള്ള ആ ഒരു റോക്സ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോറിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു, ഓഷ്യൻ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് പ്ലെയിൻ മാത്രമല്ല, അത് ഫുൾ ഓഫ് റിലീഫ്സ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, അതായത് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ പീരീഡിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തിൽ ഓഷ്യൻ ഫ്ലോറിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തതും മാപ്പ് ചെയ്തതും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് കണ്ടെത്തുവാൻ സാധിച്ചത് എന്തൊക്കെയായിരുന്നു, നമ്മൾ സബ്മേർജ്ഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസും ഡീപ്പ് ട്രെഞ്ചസും എല്ലാം അതിൽ നിന്നും കണ്ടെത്തി. അത് കോണ്ടിനെൻ്റൽ റേഞ്ചുമായിട്ട് വളരെ ക്ലോസ്ലി ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ സബ്മേർജ്ഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസും ഡീപ്പ് ട്രെഞ്ചസും. അതുപോലെ തന്നെ നമ്മളവിടെ പറഞ്ഞതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അത് വളരെയധികം വോൾക്കാനിക് ഇറപ്ഷന് ആക്റ്റീവ് വോൾക്കാനോസ് ഉള്ളതും അതുപോലെ തന്നെ വളരെ
വോൾക്കാനിക് ഇറപ്ഷന് ചാൻസസ് ഉള്ളതുമായിട്ടുള്ള ഒരു റീജിയൻ ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടുത്തെ റോക്സിൻ്റെ ഡേറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു? കോണ്ടിനെൻ്റൽ ഏരിയയിൽ കാണപ്പെടുന്ന റോക്സിനേക്കാൾ വളരെയധികം യങ് ആയിട്ടുള്ള റോക്സ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഓഷ്യാനിക് ക്രസ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ള റോക്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈക്യു ഡിസ്റ്റൻസിൽ ഉള്ള റോക്സ് എന്ന് പറയുന്നത്, അതായത് ഓഷ്യാനിക് റിഡ്ജസിലെ ഈക്യു ഡിസ്റ്റൻസിലുള്ള റോക്സ് എന്ന് പറയുന്നത് റിമാർക്കബിൾ സിമിലാരിറ്റി ഉള്ളവയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തിൻ്റെയൊക്കെ കേസിലാണ് സിമിലർ ആയിട്ടുള്ളത്? ഒന്ന് അതിൻ്റെ ഏജിൻ്റെ കേസിലും മറ്റൊന്ന് അതിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് അതിൽ എന്തൊക്കെ മൂലകങ്ങളാണോ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കേസിലും അത് സിമിലർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓഷ്യൻ ഫ്ലോറിൻ്റെ ആ ഒരു കോൺഫിഗറേഷനാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷൻ്റെ ഒരു പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സിനെ നമുക്ക് സ്റ്റഡി ചെയ്യുന്നതിനും കൂടുതൽ അനലൈസ് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കവർ ചെയ്യേണ്ടത് 3 പോർഷൻസ് ആണ്. ഒന്ന് കോണ്ടിനെൻ്റൽ മാർജിൻ, മറ്റൊന്ന് അബീസൽ പ്ലെയിൻസ്, മൂന്നാമത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് ആ ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷനിൽ കവർ ചെയ്യേണ്ടത്? ഒന്ന് കോണ്ടിനെൻ്റൽ മാർജിൻസ്, 2 അബീസൽ പ്ലെയിൻസ്, 3 മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ മാർജിൻസ്. ഇപ്പോൾ കോണ്ടിനെൻ്റൽ മാർജിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ അത് കോണ്ടിനെൻ്റൽ ഷോറിൻ്റെയും അതോടൊപ്പം തന്നെ ഡീപ് സീ ബേസിൻ്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോൺ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ കോണ്ടിനെൻ്റൽ മാർജിൻ എന്താണ്? അതൊരു ട്രാൻസിഷൻ സോണാണ്. ഏതിനൊക്കെ ഇടയിലുള്ളൊരു ട്രാൻസിഷൻ സോണാണ്? കോണ്ടിനെൻ്റൽ ഷോറിനും അതോടൊപ്പം തന്നെ ഡീപ് സീ ബേസിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയിലാണ് കാണപ്പെടുന്നത്? ഒന്ന് കോണ്ടിനെൻ്റൽ ഷോറിനും അതോടൊപ്പം തന്നെ ഡീപ് സീ ബേസിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ട്രാൻസിഷൻ ആയിട്ടുള്ള ഒരു സോണാണ് കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറയുന്നത്. ഈ കോണ്ടിനെൻ്റൽ മാർജിനിൽ പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കോണ്ടിനെൻ്റൽ ഷെൽഫ് ഉണ്ട്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ് ഉണ്ട്, അതോടൊപ്പം തന്നെ കോണ്ടിനെൻ്റൽ റൈസ് ഉണ്ട്, അതോടൊപ്പം ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് ഉണ്ട്. ഇതെല്ലാം എവിടെ ഉൾപ്പെട്ടിരിക്കുന്നു? ഈ കോണ്ടിനെൻ്റൽ മാർജിൻസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ ഭാഗങ്ങളാണ് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷനിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കോണ്ടിനെൻ്റൽ മാർജിനെ പറ്റിയാണ്. കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോൺ ആണെന്ന് പറഞ്ഞു? കോണ്ടിനെൻ്റൽ ഷോറിനും ഡീപ് സീ ബേസിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ് കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറഞ്ഞു. ഈ കോണ്ടിനെൻ്റൽ മാർജിനിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു കോണ്ടിനെൻ്റൽ ഷെൽഫ് നമുക്കിവിടെ കാണാം, അതോടൊപ്പം കോണ്ടിനെൻ്റൽ സ്ലോപ്പ് ഇവിടെയുണ്ട്, അതോടൊപ്പം തന്നെ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ കോണ്ടിനെൻ്റൽ മാർജിനിൽ കാണാം. അതോടൊപ്പം തന്നെ കോണ്ടിനെൻ്റൽ റൈസ് എന്ന് പറയുന്ന ഒരു പോർഷനും എവിടെയുണ്ട്? ഈ കോണ്ടിനെൻ്റൽ മാർജിൻസിൽ വരുന്നു. അപ്പോൾ കോണ്ടിനെൻ്റൽ മാർജിൻസിൽ പ്രധാനമായിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ്? അതിൽ പ്രധാനമായിട്ടുള്ളത് കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, കോണ്ടിനെൻ്റൽ റൈസ്, അതോടൊപ്പം ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസും ഉണ്ട്. അതിൽ ഈ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള പോർഷനാണ്. കാരണം ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് എന്ന് പറയുന്നത് ഈ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അപ്പോൾ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് നമ്മൾ എപ്പോഴാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്? കാരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസും കോണ്ടിനെൻറ്റ്സും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ട് യൂസ്ഫുള്ളും അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അനലൈസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഡീപ്പ് സീ ട്രെഞ്ചസ് എന്ന് പറയുന്ന പോർഷൻ. ഇപ്പോൾ കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തത്? കോണ്ടിനെൻ്റൽ മാർജിൻ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ഷോറിനും ഡീപ് സീ ബേസിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കോണ്ടിനെൻ്റൽ മാർജിനിൽ പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, കോണ്ടിനെൻ്റൽ റൈസ്, ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഈ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആകുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നൊരു പോർഷനാണ് ഏതെന്ന് പറയുന്നത് ഈ കോണ്ടിനെൻ്റൽ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് എന്ന് പറയുന്ന പോർഷൻ. എവിടെയുള്ള ഈ കോണ്ടിനെൻ്റൽ മാർജിൻസിലുള്ള ഈ ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള പോർഷനാണ് ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷനകത്ത് വരുന്ന അബീസൽ പ്ലെയിൻസ്. അപ്പോൾ അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്ലെയിൻസ് ആണ്. അത് കോണ്ടിനെൻ്റൽ മാർജിനും
മിഡ് ഓഷ്യാനിക് റിഡ്ജസിനും ഇടയിൽ കാണപ്പെടുന്ന എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ ആണ് എന്ന് പറയുന്നത് അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്ലെയിൻസ് ആണ്. ഈ എക്സ്റ്റെൻസീവ് പ്ലെയിൻസ് ഏതിനൊക്കെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് കോണ്ടിനെന്റൽ മാർജിനും മറ്റൊന്ന് മിഡ് ഓഷ്യാനിക് റിഡ്ജസിനും. അപ്പോൾ കോണ്ടിനെന്റൽ മാർജിൻസിനും അതോടൊപ്പം MORനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്ന ഈ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ ഏരിയ. അപ്പോൾ ഈ അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ സെഡിമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് തന്നെ ഇത് കൂടുതലായിട്ടും മാർജിൻസിലാണ് ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ കൂടുതലായി മാർജിൻ ഏരിയയിൽ ഡെപ്പോസിഷൻ നടക്കുന്ന കോണ്ടിനെന്റൽ സെഡിമെന്റ്സ് കൊണ്ട് ഡെപ്പോസിഷൻ നടന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ അബീസൽ പ്ലെയിൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അബീസൽ പ്ലെയിൻസ് എന്താണ്? അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ ഏരിയയാണ്. ഈ എക്സ്റ്റെൻസീവ് പ്ലെയിൻ ഏരിയ ഏതിനൊക്കെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു? കോണ്ടിനെന്റൽ മാർജിനും മിഡ് ഓഷ്യാനിക് റിഡ്ജസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നിട്ടുള്ള ഒരു എക്സ്റ്റെൻസീവ് പ്ലെയിൻ ആണ് അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കോണ്ടിനെന്റൽ സെഡിമെന്റ്സിന്റെ ആ ഒരു ഡെപ്പോസിഷൻ മൂലം അത് കൂടുതലായിട്ട് മാർജിൻ ഏരിയയിലാണ് ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മാർജിൻ ഏരിയയിലുള്ള ആ ഒരു ഡെപ്പോസിഷൻ കൊണ്ട് കോണ്ടിനെന്റൽ സെഡിമെന്റ്സിന്റെ ആ ഒരു ഡെപ്പോസിഷൻ മൂലമാണ് ഏത് പ്ലെയിൻസ് ഉണ്ടായി വരുന്നത്? അബീസൽ പ്ലെയിൻസ് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള പോർഷനാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. അപ്പോൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റം ആണ്. അത് ഓഷ്യൻസിനുള്ള ഇന്റർ കണക്റ്റഡ് ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്. അതിൽ ലോങ്ങസ്റ്റ് മൗണ്ടൻ ചെയിൻ സർഫസ് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് അണ്ടർ ഓഷ്യൻ വാട്ടേഴ്സിലാണ്. അപ്പോൾ ഓഷ്യൻ വാട്ടേഴ്സിന് അടിയിൽ അല്ലെങ്കിൽ ഓഷ്യൻ വാട്ടറിൽ വളരെ സബ്മേർജ്ഡ് ചെയ്തിട്ടുള്ള ആണ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് സെൻട്രൽ റിഫ്റ്റ് സിസ്റ്റമാണ്. ക്രസ്റ്റിനോട് ചേർന്ന് എന്തുണ്ട്? സെൻട്രൽ റിഫ്റ്റ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രാക്ഷനേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റോയും ഉണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലോ സോണിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലാങ്ക് സോണിലുള്ളത് എന്താണ്? ഫ്ലാങ്ക് സോണിൽ ഫ്രാക്ഷനേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റോയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ക്രസ്റ്റ് സൈഡിൽ എന്തുകൊണ്ട്? ക്രസ്റ്റ് സൈഡിൽ അവിടെ ഉള്ളത് ഒരു സെൻട്രൽ റിഫ്റ്റുമാണ് ഏതിലുള്ളതെന്ന് പറയാം? മിഡ് ഓഷ്യാനിക് റിഡ്ജസിലുള്ളതെന്ന് പറയാം. അപ്പോൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്താണ്? മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് ഒരു ഇന്റർ കണക്റ്റഡ് ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റമാണ്. ഓഷ്യനിൽ കാണപ്പെടുന്ന ഒരു ഇന്റർ കണക്റ്റഡ് ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റമാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ചെയിൻ എന്ന് പറയുന്നത് എർത്ത് സർഫസിലുണ്ടെങ്കിലും അതിൽ സബ്മേർജ്ഡ് ആയിട്ട് ഓഷ്യാനിക് വാട്ടറിലാണ് നമുക്ക് എന്ത് കാണുവാനായിട്ട് സാധിക്കുക? ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൻ്റെ ആ ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ചെയിൻ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എവിടെയാണ്? അത് ഓഷ്യൻ വാട്ടറിൽ സബ്മേർജ്ഡ് ആയിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രസ്റ്റ് പോർഷനിൽ ഒരു സെൻട്രൽ റിഫ്റ്റും അതോടൊപ്പം അതിൻ്റെ ആ ഒരു ഫ്ലാങ്ക് സോണിൽ ഒരു ഫ്രാക്ഷനേറ്റഡ് പ്ലേറ്റോയും ഏതിലുണ്ട്? ഈ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ഉണ്ട്. അപ്പോൾ ഇതിലെ ആ ഒരു റിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഓൾക്കാനിക് ആക്ടിവിറ്റിക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ പ്രോൺ ആയിട്ടുള്ള ഏരിയയാണ് ഏതെന്ന് പറയാം? ആ ഒരു റിഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആ റിഫ്റ്റ് സിസ്റ്റം നമ്മൾ എവിടെയാണ് കണ്ടത്? ക്രസ്റ്റ് പോർഷനോട് ചേർന്നിട്ട് ഒരു സെൻട്രൽ റിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഏതിന്? മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ. ഈ സെൻട്രൽ റിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിഫ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഓൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സോൺ എന്ന് പറയുന്നത് ഈ ഒരു റിഫ്റ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്താണ്? മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇന്റർ കണക്റ്റഡ് ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റം ആണ്. ഓഷ്യനിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിലെ ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് സബ്മേർജ്ഡ് ആയിട്ട് ഓഷ്യനിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൻ്റെ ക്യാരക്ടർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ക്രസ്റ്റ് പോർഷനിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു സെൻട്രൽ റിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാങ്ക് സോണിലാവുമ്പോൾ ഒരു ഫ്രാക്ഷനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റോയും ആരുണ്ടാക്കുന്നുണ്ട്? ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു റിഫ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റി വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു സോൺ ആണ് ഏതെന്ന് നമുക്ക് പറയാം? ഈ ഒരു റിഫ്റ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എർത്ത് കേക്സ് ആൻഡ് വോൾക്കാനോസ്. അപ്പോൾ വോൾക്കാനോസിൻ്റെയും എർത്ത് കേക്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രിഫ്റ്റിലേക്ക് നയിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ എർത്ത് കേക്കിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കി പോയിന്റ് ഓഫ് എർത്ത് കേക്ക് എന്ന് പറയുന്ന മിഡ് ഓഷ്യാനിക് റിഡ്ജസിലുള്ള ആ ഒരു ഫോക്കി പോയിന്റ് ഓഫ് എർത്ത് കേക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഷാലോ ഡെപ്തിലായിരിക്കും ഉണ്ടായിരിക്കുക.
അതുപോലെ നമുക്ക് മെയിനായിട്ട് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നത് ആൽപൈൻ ഹിമാലയൻ ബെൽറ്റിലും അതോടൊപ്പം തന്നെ റിം ഓഫ് പസഫിക് ബെൽറ്റിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വളരെയധികം ഡീപ്പ് സീറ്റഡ് ആയിട്ടാണ് ഏത് ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള എർത്ത് കേക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എർത്ത് കേക്സിൻ്റെ ആ ഒരു ഫോക്കി പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്, മിഡ് ഓഷ്യാനിക് റിഡ്ജസിലെ എർത്ത് കേക്സിൻ്റെ ആ ഒരു ഫോക്കി പോയിന്റ് എന്ന് പറയുന്നത് ഷാലോ ഡെപ്തിലാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ആൽപൈൻ ഹിമാലയൻ ബെൽറ്റിലും അതോടൊപ്പം തന്നെ റിം ഓഫ് പസഫിക് ബെൽറ്റിലും എർത്ത് കേക്സ് എന്ന് ഫോം ചെയ്യുന്നത് വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എർത്ത് കേക്സിൻ്റെ ഫോക്കി പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടാണ്. എന്നാൽ മിഡ് ഓഷ്യാനിക് റിഡ്ജസിലെ എർത്ത് കേക്സിൻ്റെ ആ ഒരു ഫോക്കി പോയിന്റ് എവിടെയാണ്, അത് ഷാലോ ഡെപ്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു റിം ഓഫ് ഏരിയ എന്ന് പറഞ്ഞല്ലോ, റിം ഓഫ് പസഫിക് ഏരിയ, ഈ റിം ഓഫ് പസഫിക് ഏരിയയെ റിം ഓഫ് ഫയർ എന്നും അറിയപ്പെടാറുണ്ട്. അങ്ങനെ റിം ഓഫ് ഫയർ എന്ന് അറിയപ്പെടുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ എക്സിസ്റ്റൻ്റ് ചെയ്യുന്ന ആ ഒരു ആക്റ്റീവ് വോൾക്കാനോസിൻ്റെ ആ ഒരു പ്രസൻസ് ആണ്. അപ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോസിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് മൂലമാണ് ഈ റിം ഓഫ് പസഫിക്കിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, റിം ഓഫ് ഫയർ എന്നുകൂടി പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രിഫ്റ്റിന് ആധാരമായിട്ടുള്ള കുറച്ച് ഫോഴ്സസും അതിന് നമ്മളെ സ്റ്റഡി ചെയ്യുന്നതിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് നമ്മൾ ചെക്ക് ചെയ്യായിരുന്നു ഈ ഒരു പാർട്ടിൽ. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു, അതിൽ നമ്മൾ പോസ്റ്റ് ഡ്രിഫ്റ്റ് സ്റ്റഡീസിൽ പറഞ്ഞു, നമ്മൾ കൺവെൻഷണൽ കറണ്ട് തിയറി പറഞ്ഞു. കൺവെൻഷണൽ കറണ്ട് തിയറിയിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് എന്തായിരുന്നു, കൺവെൻഷണൽ കറണ്ട് മാൻഡിൽ പോർഷനിലാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആർതർ ഹോംസ് 1930 കൊണ്ടുവന്ന ഈ കൺവെൻഷണൽ കറണ്ട് ഐഡിയ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ വർക്കിംഗ് മൂലം മാൻഡിൽ പോർഷനിൽ കൺവെൻഷണൽ കറണ്ട് ഉണ്ടാവുകയും ഈ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഫോർമേഷൻ കൊണ്ട് മാൻഡിൽ പോർഷനിൽ എന്ത് സംഭവിക്കും, മാൻഡിൽ പോർഷനിൽ തെർമൽ ഡിഫറൻസസ് സംഭവിക്കുകയും ചെയ്യും. ഈ തെർമൽ ഡിഫറൻസസ് ആണ് ഒരു സിസ്റ്റം ഓഫ് കൺവെൻഷണൽ കറണ്ട്സ് ഫോം ചെയ്യപ്പെടുമ്പോൾ അത് ഒരു ഡ്രിഫ്റ്റിന് ആധാരമായിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് മാറുന്നതിന് ഉള്ള സാധ്യതകളുണ്ട് എന്നാണ് ആര് പറയുന്നത്, ആർതർ ഹോംസ് ഈ കൺവെൻഷണൽ കറണ്ട് തിയറിയിൽ പറയുന്നത്. അതിനുശേഷം ഓഷൻ ഫ്ലോർ മാപ്പിംഗ് ആണ് നോക്കിയത്. ഓഷൻ ഫ്ലോർ മാപ്പിംഗ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് കൂടുതലായിട്ട് നടന്നത്. അതിൽ നിന്ന് നമുക്ക് ഓഷൻ ഫ്ലോർ ഒരു വാസ്റ്റ് പ്ലെയിൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൽ ഫുൾ ഓഫ് റിലീഫ്സും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സബ്മേർജ് മൗണ്ടൻ റേഞ്ചസും ഡീപ്പ് ട്രെഞ്ചസും എല്ലാം എവിടെയുണ്ട്, ഈ ഓഷൻ ഫ്ലോറിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിൽ നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ്റെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞതാണ് അവിടെ വോൾക്കാനിക് ഇറപ്ഷൻസ് കൂടുതലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ആക്റ്റീവ് വോൾക്കാനോസിൻ്റെ പ്രസൻസ് ഉള്ള ഒരു റീജിയൻ ആണ് ഏതെന്ന് പറയുന്നത്, ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റിങ്ങിലൂടെ നമ്മൾ ഇവിടുത്തെ ആ ഒരു റോക്സിൻ്റെ കാലപ്പഴക്കം ശ്രദ്ധിച്ചപ്പോഴേക്കും ഇത് നമ്മുടെ കോണ്ടിനെൻ്റൽ ഏരിയയിൽ കാണുന്നതിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ള റോക്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇക്യു ഡിസ്റ്റൻറ്റിൽ കാണപ്പെടുന്ന റോക്സുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനുള്ളത്. അത് എങ്ങനെയാണ് സിമിലർ ആകുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മളതിൽ പറഞ്ഞു, ഒന്ന് അതിൻ്റെ ഏജും മറ്റൊന്ന് അതിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസും, അത് ഏതൊക്കെ മിനറൽസ് ആണ് അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ബേസിലും അതോടൊപ്പം തന്നെ ആ റോക്സിൻ്റെ ഏജിൻ്റെ ബേസിലും ഇത്തരത്തിൽ ഈക്വി ഡിസ്റ്റൻറ്റിലുള്ള റോക്സ് എല്ലാം കാണിക്കുന്നത് സിമിലർ ക്യാരക്ടറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഓഷൻ ഫ്ലോർ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് നോക്കിയത്. ഓഷൻ ഫ്ലോർ കോൺഫിഗറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻസിനെ പറ്റി മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഓഷൻ ഫ്ലോർ കോൺഫിഗറേഷൻ. അതിൽ മെയിനായിട്ട് 3 പോർഷനാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞത് കോണ്ടിനെൻ്റൽ മാർജിൻസ്, അതുപോലെ തന്നെ അബീസൽ പ്ലെയിൻസ്, മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. കോണ്ടിനെൻ്റൽ മാർജിൻസ് എന്ന് പറഞ്ഞത് ഒരു ട്രാൻസിഷൻ സോൺ ആണെന്ന് പറഞ്ഞു. കോണ്ടിനെൻ്റൽ ഷോറിനും അതോടൊപ്പം തന്നെ ഡീപ് സീ ബേസിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ് ഈ കോണ്ടിനെൻ്റൽ മാർജിൻസ് എന്ന് പറഞ്ഞു. ഈ കോണ്ടിനെൻ്റൽ മാർജിൻസിലെ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഏതൊക്കെയെന്ന് പറഞ്ഞു, കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, കോണ്ടിനെൻ്റൽ റൈസ്, ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഈ കോണ്ടിനെൻ്റൽ മാർജിൻസിലാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിൽ ഈ ഒരു ഡീപ്പ് ഓഷ്യാനിക് ട്രെഞ്ചസ് എന്ന് പറയുന്ന ഏരിയയാണ് നമുക്ക് കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റീജിയൻ എന്നും നമ്മൾ അതിൽ കൺക്ലൂഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്ന ഒരു ഓഷൻ ഫ്ലോർ കോൺഫിഗറേഷനിലെ സെക്കൻഡ് പോർഷൻ നോക്കി. അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻസ് ആണ്.
അത് ഏതൊക്കെ റീജിയന് ഇടയിലുള്ള പ്ലെയിൻ ഏരിയയാണ് എന്ന് നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞത് കോണ്ടിനെന്റൽ മാർജിനും മിഡ് ഓഷ്യാനിക് റിഡ്ജസിനും ഇടയിലുള്ള പ്ലെയിൻ ആണ് ഏതെന്ന് പറയുന്നത് അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ അബീസൽ പ്ലെയിൻസ് എന്ന് പറയുന്ന ഏരിയ ഫോം ചെയ്തിരിക്കുന്നത് കോണ്ടിനെന്റൽ സെഡിമെന്റ്സിന്റെ ആ ഒരു മാർജിനൽ ഏരിയയിലുള്ള ഡെപ്പോസിഷൻ മൂലമാണ് ഏത് ഫോം ചെയ്തിരിക്കുന്നത് അബീസൽ പ്ലെയിൻസ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ നോക്കിയത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആയിരുന്നു. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് മൗണ്ടെയിൻ ആണ്. ഓഷ്യനിൽ കാണപ്പെടുന്ന ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചെയിൻ ഓഫ് മൗണ്ടെയിൻ ആണ് എന്ന് പറയുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്. നമ്മുടെ എർത്ത് സർഫസിൽ തന്നെയുള്ള ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ ചെയിൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സബ്മേർജ്ഡ് ആയിട്ട് ഓഷൻ വാട്ടറിലാണ്. അണ്ടർ ദി ഓഷൻ വാട്ടറിൽ സബ്മേർജ്ഡ് ആയിട്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ ചെയിൻ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ക്യാരക്ടർ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴേക്കും ക്രസ്റ്റ് പോർഷനിൽ ഇതൊരു സെൻട്രൽ റിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലാങ്ക് പോർഷനിൽ ഇത് എന്തുണ്ടാക്കുന്നുണ്ട്, ഇതൊരു ഫ്രാക്ഷനേറ്റഡ് പ്ലേറ്റോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ആ ഒരു റിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, ആ റിഫ്റ്റ് സിസ്റ്റം എന്തിന് ആണ് വളരെയധികം പ്രോൺ ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. വോൾക്കാനിക് ആക്ടിവിറ്റിക്ക് വളരെയധികം പ്രോൺ ചെയ്യുന്ന ഒരു ഏരിയയാണ് ആ റിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കിയെന്ന് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എർത്ത് കേക്സും വോൾക്കാനോസും ആണ്. വോൾക്കാനോസിൻ്റെയും അതുപോലെ തന്നെ എർത്ത് കേക്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഈ ഒരു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മളതിൽ മനസ്സിലാക്കിയത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ഓഷൻ ഫ്ലോർ കോൺഫിഗറേഷനിൽ ഡിസ്കസ് ചെയ്ത മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഏരിയയിലെ എർത്ത് കേക്കിൻ്റെ ആ ഒരു ഫോക്കി പോയിന്റ് എന്ന് പറയുന്നത് അത് വളരെ ഷാലോ ഡെപ്തിലാണ് ഉള്ളത്. വളരെ ആഴം കുറഞ്ഞിട്ടുള്ള ആ ഒരു ഷാലോ ഡെപ്തിലാണ് എന്തുള്ളത്, ഈ എർത്ത് കേക്കിൻ്റെ ഫോക്കി പോയിന്റ് എവിടെയുള്ളത്, മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ആൽപ്പലൈൻ ഹിമാലയൻ ബെൽറ്റും അതോടൊപ്പം തന്നെ റിം ഓഫ് പസഫിക് ബെൽറ്റും നോക്കുകയാണെങ്കിൽ അവിടുത്തെ എർത്ത് കേക്കിൻ്റെ ആ ഒരു ഫോക്കി പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് ഫോക്കി പോയിന്റ് എവിടെയൊക്കെ കാണപ്പെടുന്നത് റിം ഓഫ് പസഫിക്കിലും അതോടൊപ്പം തന്നെ ആൽപ്പലൈൻ ഹിമാലയൻ ബെൽറ്റിലും നമ്മൾ പൊതുവെ കാണപ്പെടുന്ന ആ എർത്ത് കേക്കിൻ്റെ ആ ഒരു ഫോക്കി പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് സീറ്റഡ് ആണ്. പക്ഷേ മിഡ് ഓഷ്യാനിക് റിഡ്ജസിലുള്ള എർത്ത് കേക്കിൻ്റെ ഫോക്കി പോയിന്റ് എങ്ങനെയാണ്, അതൊരു ഷാലോ ഡെപ്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ആ ഒരു റിം ഓഫ് പസഫിക് എന്ന് പറയുന്ന ഏരിയയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്തായിരുന്നു, അത് റിം ഓഫ് ഫയർ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റിം ഓഫ് പസഫിക് ഏരിയ റിം ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അവിടെ കൂടുതലായിട്ട് എന്തുണ്ട്, ആക്റ്റീവ് വോൾക്കാനോസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ ആക്റ്റീവ് വോൾക്കാനോസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ റിം ഓഫ് പസഫിക് ഏരിയയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിം ഓഫ് ഫയർ എന്നുകൂടി വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പോർഷനിൽ കവർ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ദയവായിട്ട് അത് ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.